Trust me, don't eat anything after 6:30. Your life will change. You will not require many doctors in your life. ഇത് ശരിയാണ്, പക്ഷേ ശരിയല്ല. അക്ഷയ് കുമാർ ഫോളോ ചെയ്യുന്നത് ഒരു ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് മെത്തേഡാണ്. അതായത് വൈകിട്ട് 6:30 മുമ്പ് ഭക്ഷണം കഴിച്ചാൽ പിന്നെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് വരെ ഒന്നും കഴിക്കാതെ 12 മുതൽ 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡ്. ഈ രീതി കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കാം. 1. ദഹനം മെച്ചപ്പെടും. വൈകുന്നേര സമയത്ത് ഡൈജസ്റ്റീവ് എൻസൈം സ്ലോ ആവും, ദഹന പ്രക്രിയ സ്ലോ ആവും. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അസിഡിറ്റി, ഗ്യാസ്, ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2. ഉറക്കം മെച്ചപ്പെടും. 3. വെയിറ്റ് കുറക്കാം. നേരത്തെ ഡിന്നർ കഴിക്കുന്നത് ഇൻസുലിൻ ലെവൽസ് കുറക്കും, ബോഡി സ്റ്റോർ ചെയ്ത കൊഴുപ്പ് യൂസ് ചെയ്യും. ഈ രീതി ആർക്കൊക്കെ നല്ലതാണ്, ആർക്കൊക്കെ നല്ലതല്ല എന്ന് നോക്കാം. നേരത്തെ ഉറങ്ങുന്നവർക്കും അസിഡിറ്റി ഉള്ളവർക്കും വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ രീതി വളരെ നല്ലതാണ്. എന്നാൽ സ്റ്റുഡൻസിനും രാത്രി ജോലി ചെയ്യുന്നവർക്കും രാത്രി വളരെ വൈകി ഉറങ്ങുന്നവർക്കും വെയിറ്റ് വളരെ കുറവുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഈ രീതി ഒട്ടും നല്ലതല്ല. ഇത് വളരെ സിമ്പിളായി പറഞ്ഞു തരാം. വൈകിട്ട് 6:30 ഡിന്നർ കഴിച്ചാൽ രാത്രി 10:30 ഉറങ്ങുകയാണെങ്കിൽ ശരീരം ഹെവി ആവില്ല, ഫാറ്റ് ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും, രാവിലെ ഫ്രഷായി എണീക്കാം. എന്നാൽ രാത്രി 10:30 ഭക്ഷണം കഴിച്ചിട്ട് ഒരു 11:30 ശേഷം ഉറങ്ങുകയാണെങ്കിൽ ദഹനം ആ സമയത്തായിരിക്കും നടക്കുക. അപ്പോൾ കൊഴുപ്പ് സ്റ്റോർ ചെയ്യും, ഉറക്കം ബുദ്ധിമുട്ടിലാവും, രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം തോന്നും. ചുരുക്കം പറഞ്ഞാൽ അക്ഷയ് കുമാറിന്റെ ഈ രീതി നേരത്തെ ഉറങ്ങുന്നവർക്ക് മാത്രം അനുയോജ്യമായതാണ്. എന്നാലും വൈകി ഉറങ്ങുന്നവർക്ക് 6:30 ഡിന്നർ കഴിച്ചതിന് ശേഷവും വിശന്നാൽ ശരീരത്തിന് കേടില്ലാത്ത രീതിയിലുള്ള ഡയറ്റ് ലഭിക്കുന്നതിനായി ഫോളോ ചെയ്തതിനു ശേഷം താഴെ അക്ഷയ് കുമാർ എന്ന് കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ. ബി ഹെൽത്തി.